ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് ചാലക്കുടിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ചാലക്കുടി എക്സ്പോ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ചാലക്കുടി എക്സ്പോയിൽ കാണാനുള്ളത്. എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞ പോലെ ഉണ്ടാവും. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു മാസത്തോളമായിട്ടോ. ഇത് എഡിറ്റ് ചെയ്യാനും ഇതിന് സൗണ്ട് കൊടുക്കാനും ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു. സൗണ്ട് കൊടുക്കാൻ നിന്നപ്പോഴോ എൻ്റെ ഒച്ചയൊക്കെ പോയിട്ടും ഉണ്ടായിരുന്നു. ജലദോഷവും കഫക്കെട്ടുമായിട്ട് എൻ്റെ സൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാൻ ആന, മിക്കി മൗസ് അതുപോലെയുള്ള വേഷങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ചെറിയ ചെറിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സനമോൾക്ക് ഇത് കണ്ടപ്പോൾ പേടിയായിട്ട് ഞാൻ പറഞ്ഞു അവളോട് ഡാൻസ് കളിക്കാൻ. പക്ഷെ സനമോൾക്ക് പേടിയായി. പാത്തുവിന് അതിലേറെ പേടി. പാത്തു ഇവർ അടുത്തേക്കൊന്നും വന്നില്ല കേട്ടോ. ഇത്രയും വലിയ മുഖംമൂടിയെ കണ്ടപ്പോൾ പാത്തുവിന് പേടിയായി. അങ്ങനെ പാത്തും സനമോളും മനുവൊക്കെ ഫ്രണ്ടിൽ പോയി. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവരുടെയൊക്കെ ബാക്കിലായിട്ടോ. പിന്നെ നമ്മൾ കടലിൻ്റെ അടിത്തട്ടിൽ പോയാൽ എങ്ങനെ അതേ അവസ്ഥയാണ് കേട്ടോ. ഒരുപാട് കാണാത്തൊരുപാട് മത്സ്യങ്ങളാണ് കേട്ടോ ഇവിടെ കൂടുതലുള്ളത്. ഇതിലധികമൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലെ മത്സ്യങ്ങളുടെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ശരിക്കും കടലിൻ്റെ അടിത്തട്ടിലൂടെ നടന്നു പോകുന്നൊരു ഫീലാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തോന്നുന്നത്. ചുറ്റിലും എവിടെ നോക്കിയാലും മത്സ്യങ്ങൾ പല കളറിലും പല ഷേപ്പിലും ഒക്കെ കാണുന്ന പല വിധത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റിയത് കേട്ടോ. എൻ്റെ മനസ്സിൻ്റെ പുസ്തകത്താളിൽ ഇവയെ വർണ്ണിക്കാൻ വാക്കുകളില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ലേറ്റായി അപ്ലോഡ് ചെയ്യാനും കാരണം. ഇപ്പോൾ കുറച്ചൊക്കെ എൻ്റെ സൗണ്ട് ശരിയായിട്ടുണ്ടാവും അല്ലേ? ഇന്നലെ രാത്രി കുറച്ച് വോയിസ് കൊടുത്തതാണ് ഒരു അടഞ്ഞ ശബ്ദത്തിൽ. ഇപ്പോൾ രാവിലെയാണ് കുറച്ചും കൂടി സൗണ്ട് ക്ലിയർ ആയിട്ടുള്ളത്. അപ്പോൾ സൗണ്ട് കേട്ടിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവാണ്ട് കേട്ടോ. എന്താ ഇപ്പോൾ ഇവളുടെ ശബ്ദം ഇങ്ങനെ, ഇത് കേൾക്കാനൊരു ഭംഗിയില്ലല്ലോ എന്ന് വിചാരിച്ചാൽ സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇവിടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മിസ്സാവും. അത്രയും മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ കുറച്ച് നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് അധികം ലേറ്റ് ഇല്ല കേട്ടോ. അത് കാരണം വീഡിയോയിൽ ഞങ്ങളെ ഒന്നും അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. മത്സ്യങ്ങളെ ഞങ്ങൾ ഒരുപാട് എടുത്തു. പാത്തൂനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പാത്തൂന് അതിൻ്റെ അടുത്തുനിന്ന് പോകാനേ തോന്നില്ല. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരിയായി സഞ്ചരിക്കുകയാണ്. ഇതൊക്കെ കാണാൻ എന്താ ഭംഗി എന്നറിയാം. ഇതിൻ്റെ ഈ കളറ് നോക്കി എന്താ രസം. അത്രയും ഭംഗിയായിട്ട് ആണ് ഓരോ മത്സ്യങ്ങളെയും കാണാൻ. ഇനിയിപ്പം മടി പിടിച്ചിരിക്കാൻ പറ്റില്ല. ചാലക്കുടിയിൽ നിന്ന് ഈ എക്സ്പോ പോയിട്ടോ. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വയ്യാത്ത അവസ്ഥയിലും ഇതിന് സൗണ്ട് കൊടുക്കുന്നത്. സൗണ്ട് കൊടുത്ത് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തലക്ക് മുകളിലായിട്ട് നല്ല വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്ത് അതിൽ നല്ല പല 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 കളറിലുള്ള മഴവില്ലിൻ്റെ കളറിലുള്ള മത്സ്യങ്ങളാണ് കേട്ടോ. ചുറ്റിലും മഴവില്ല് വിരിഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള മത്സ്യങ്ങൾ. ഇതിലൊക്കെ പാത്തൂനൊക്കെ ഇതിൻ്റെ മുകളിൽ തൊടാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. പാത്തൂനൊക്കെ ഇതിൻ്റെ മുകളിലൊന്നിങ്ങനെ കൈ കൊണ്ട് തൊടിയിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു പോയിട്ടോ. ക്യാമറമാൻ മനുവാണ്. എത്ര നടന്നിട്ടും തീരണില്ല കേട്ടോ മത്സ്യങ്ങൾ. അത്രയും മത്സ്യങ്ങളുണ്ട്. നടന്നിട്ടും ഗുഹ പോലെയുള്ള ഈ അക്വേറിയത്തിൽ നിന്ന് അങ്ങോട്ട് നടന്ന് നീങ്ങുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് ആളുകളുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. അവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മത്സ്യങ്ങളെ സെൽഫി എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. എവിടെ പോയാലും ഇപ്പോൾ ഇതാണല്ലോ അല്ലേ, വീഡിയോ എടുക്കലും സെൽഫി എടുക്കലും. പിന്നെ ബ്ലാക്ക് വൈറ്റ് കളറിൽ കാണാൻ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളുണ്ട് കേട്ടോ. രണ്ടിനെയും ഒരു ചില്ലിൻ്റെ അകത്താണ് ഇട്ടിട്ടുള്ളത്, ബ്ലാക്കും വൈറ്റും. അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം ഈ വീഡിയോയിൽ അധികം മത്സ്യങ്ങളാണ്. അത് കാരണം എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടേന്നൊന്നും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നോക്കിയേ, ബ്ലാക്കും വൈറ്റും നല്ല രസമല്ലേ കാണാൻ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങളും കുറച്ച് സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ആൾ ഇവിടെ ഉണ്ട്. മെയിൻ ആൾ അവിടേക്ക് നമ്മൾ എത്താനാവുന്നേ ഉള്ളൂ. മത്സ്യകന്യകയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ അവസാനം ഇവിടെ ആരാ ഉള്ളത് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നമുക്ക് ആളെ കാണാൻ പറ്റുള്ളൂ. ശരിക്കും നോക്കി വലിയ വലിയ മീനുകൾ കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് വലിയ സ്രാവൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ച്. നല്ല വലിപ്പമുണ്ട്, നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ തോന്നും. പിന്നെ എനിക്ക് തോന്നി ഇതെങ്ങാനും ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് വന്നാൽ എന്തായിരിക്കും ഇപ്പോൾ ഇവിടെ അവസ്ഥ. ചില്ല് പൊട്ടിയാൽ ആ മീനുകൾ മൊത്തവും പുറത്തായിരിക്കും അല്ലേ. അത്രയും സുരക്ഷിതമായിട്ടാണ് കേട്ടോ അവരെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. ചില്ലൊന്നും പെട്ടെന്നൊന്നും പൊട്ടില്ല. പിന്നെ ഇവിടെ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താ പറയുക,
പറയാൻ കിട്ടുന്നില്ല കൂടുതലൊന്നും. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആളിത് എല്ലാവരും വിചാരിച്ച് മത്സ്യകന്യകയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ മത്സ്യകന്യകനായിരുന്നു കേട്ടോ. അത് ആ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എല്ലാവരെയും എന്താ പറയുക, എല്ലാവരെയും നല്ല രീതിയിൽ രസിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ പാത്തുവിന് ഇഷ്ടമായില്ല കേട്ടോ. എൻ്റെ പാത്തു പേടിച്ച് അതിൻ്റെ അടുത്തേക്കൊന്നും നിന്നില്ല. ഞാൻ അതിൻ്റെ അടുത്ത് നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. മത്സ്യകന്യകൻ രൂപം കിട്ടിയതാണെങ്കിലും ഒരു മത്സ്യകന്യകനെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കാണാൻ പറ്റിയല്ലോ. ആൾ നല്ല രീതിയിൽ വീഡിയോക്കൊക്കെ നമുക്ക് പോസ് ചെയ്ത് തന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങൾ അങ്ങനെ സെൽഫിയൊക്കെ എടുത്തു, ഫാമിലിയായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. മനുവിന് അങ്ങനെ ഫോട്ടോയുടെ വീഡിയോയുടെ ഇടയിൽ നിൽക്കുന്നത് അത്രക്കണ്ട് ഇഷ്ടമല്ല. മനു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അത്യാവശ്യം മനു ഇടും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ സനമോൾ തല ചൊറിയുന്നുണ്ടാവും. തലയിൽ ഭയങ്കരമായിട്ട് പേനാണ്, എത്ര ചെയ്യാലും അത് കുറയില്ല. കാരണം സ്കൂളിൽ പോകുന്നതല്ലേ, തലമുടി നനഞ്ഞിട്ട് കെട്ടിയിട്ട് സ്കൂളിൽ പോകുന്നത് കൊണ്ടാണത്. പിന്നെ ഒരുപാട് കിളികൾ ഇട്ടാ. അതിൻ്റെ ഇടയിൽ ഇതേ പാത്തുവിൻ്റെ ഒരു കൂട്ടുകാരിയെ കിട്ടി. പാത്തു പിന്നെ ആ കൂട്ടുകാരിയുടെ ഒപ്പമായിരുന്നു. ആ കൂട്ടുകാരിയും പാത്തും ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ നല്ല രസമല്ല, നോക്കി നല്ല രസമല്ല തത്ത, എന്താ രസം കാണാനെന്നറിയോ. അത് അതിൻ്റെ അടിയിലാണ് നിൽക്കുന്നുണ്ട്, അത് പാറിക്കളിക്കലില്ല. അത് കാരണം വീഡിയോ നല്ല കറക്റ്റായിട്ടൊന്നും കിട്ടില്ല. ഒരുപാട് കിളികളുണ്ട് കേട്ടോ, പല കളറിൽ. മത്സ്യങ്ങളെ പറഞ്ഞ പോലെ തന്നെ പല കളറിലുള്ള കിളികളുണ്ട്. കിളികളുടെ കൊഞ്ചലുകൾ കേൾക്കുക. ആളുകളുടെ ബഹളം കാരണം നമുക്ക് അതിനെ മാത്രം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ആളുകളുടെ ബഹളം കിളികളുടെ കൊഞ്ചലും കൂടി ആകുമ്പോൾ രസമല്ല കേൾക്കാൻ. പിന്നെ അതേ ഒരു തത്തപ്പെണ്ണാണ് തോന്നുന്നത്. ഇത് തത്തയുടെ വർഗത്തിൽപ്പെട്ടതാണ് തോന്നുന്നു. കളറ് മാറ്റുന്നുണ്ട്, പക്ഷെ ആൾ ഭയങ്കര കുശുമ്പിയാണ്, പിണങ്ങിയിരിക്കുകയാണ് ആൾ, ഭയങ്കര പിണക്കത്തിലാണ്. പിന്നെ അതേ ഇവിടെ 2 ഇണക്കുരുവികളുണ്ട്. പിന്നെ ഞങ്ങളിവിടെ എങ്ങനെ നിൽക്കും, നല്ല മഞ്ഞക്കിളികൾ. ഈ മഞ്ഞക്കിളികൾ ഇത്രയും കളറില്ലെങ്കിലും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നു കേട്ടോ, മഞ്ഞക്കിളികൾ ഒരുപാട് പാടത്തുണ്ടായിരുന്നു. അതിൻ്റെ തൂവലിന് വേണ്ടി കുറേ കൊതിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മഞ്ഞയും പച്ചയും കൂടി ചേർന്നൊരു തത്തയാണ് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.